പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു വിശേഷപ്പെട്ട വിഗ്രഹ യോഗമാകുന്നു. വ്യാഴവും സൂര്യനും തമ്മിലുള്ള ഒരു യോഗം. നിങ്ങൾക്കറിയാം, ഇപ്പോൾ വ്യാഴമുള്ളത് മിഥുനം രാശിയിലാണ്. സൂര്യൻ മിഥുനം 1-ാം തീയതി, അതായത് ജൂൺ മാസം 15-ാം തീയതി മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെയാണ് ഈ വിഗ്രഹയോഗത്തിൻ്റെ പ്രസക്തി നാം ചിന്തിക്കുന്നത്, ശുഭാശുഭ ഫലങ്ങളും ചിന്തിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. സൂര്യൻ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ തന്നെ വ്യാഴത്തിന് മൗഢ്യം കൊടുത്തു കഴിഞ്ഞു. മൗഢ്യം ഗതാസ്തേ വിഫലാഹ. ഒരു ഗ്രഹം സൂര്യനിൽ നിന്നും മൗഢ്യം അനുഭവിക്കുമ്പോൾ ആ ഗ്രഹത്തിന് ബലം ഉണ്ടാകില്ല. അതിനാൽ വ്യാഴം ദുർബലമാണ്. ഇടവം 29-ന് ജൂൺ മാസം 12-ാം തീയതി മുതൽ വ്യാഴത്തിന് മൗഢ്യം സമ്മാനിച്ചു സൂര്യൻ. അതിനാൽ അത് വളരെയധികം കാഠിന്യത്തെ ഉളവാക്കും. 12, 13, 14, 15 വരെയുള്ള 4 ദിനങ്ങൾ. ഇനി ജൂൺ മാസം 15-ാം തീയതി ഏകരാശിയിൽ വരുമ്പോൾ മൗഢ്യത്തിൻ്റെ കാഠിന്യം കുറയും. ഈ മൗഢ്യം എത്ര ദിവസം വരെ ഉണ്ട് എന്നുകൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. മിഥുനമാസം 23-ാം തീയതി വരെ, അതായത് 2025 ജൂലൈ മാസം 7-ാം തീയതി വരെ വ്യാഴത്തിന് മൗഢ്യമാണ്. ഏകരാശിയിലായതുകൊണ്ട് അതിന് ശക്തി കുറയുമെന്ന് മാത്രം. സ്വതവേ സൂര്യനും വ്യാഴവും തമ്മിലുള്ള വിഗ്രഹ യോഗത്തിൻ്റെ ഫലം ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ക്രൂരം വാഗ്പതിന അന്യകാര്യ നിരതമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. സൂര്യനും വ്യാഴവും ഒന്നിച്ചു നിൽക്കുമ്പോൾ അന്യരുടെ കാര്യത്തിൽ നിരതനാവുക, താല്പര്യമുണ്ടാവുക, സ്വന്തം താല്പര്യം ബലി കഴിച്ച് അന്യരുടെ കാര്യത്തിലും വിഷയത്തിലും ചെന്ന് ചാടുക, എന്നിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുക. എത്രയോ വിഷയങ്ങൾ നമുക്കുണ്ടാകാം അപ്രകാരത്തിൽ. ക്രൂരം, വിഷമാവസ്ഥ സൃഷ്ടിക്കുക, ക്രൂരമായ അവസ്ഥ സംജാതമാക്കുക. വളരെ ഒരു ദുർബലമായ ദിഗ്രഹ യോഗമാണ് ആദിത്യനും വ്യാഴവും പരസ്പരം ദിഗ്രഹ യോഗത്തിലൂടെ ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ മാനസാഗരി എന്ന ജ്യോതിഷ ഗ്രന്ഥത്തിൽ സൂര്യനും വ്യാഴവും തമ്മിലുള്ള യോഗത്തെ വളരെ ഫലപ്രദമായി നല്ല രീതിയിലാണ് ആചാര്യൻ പ്രവചിച്ചിരിക്കുന്നത്. ഉപാധ്യായ അതിവിഖ്യാത എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അധ്യാപകനാകാം, വിദ്യ ഉപദേശിക്കുന്ന വ്യക്തിയാകാം, അതിവിഖ്യാത, അദ്ദേഹം വളരെ പ്രശസ്തിയിലേക്ക് എത്തിച്ചേരുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. പലരുടെയും ജാതകത്തിൽ ഈ യോഗം വരുമ്പോൾ നിങ്ങൾക്ക് ഈ 2 ദിഗ്രഹ യോഗങ്ങളും 2 ആചാര്യന്മാർ പറഞ്ഞ വിഷയവും നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഏതായാലും ഈ ദിഗ്രഹ യോഗം 32 ദിവസം മാത്രമേ ഉള്ളൂ. അതിൽ ഭൂരിഭാഗ ദിനവും വ്യാഴത്തിന് മൗഢ്യവുമാണ്. അതിനാൽ വളരെ ശ്രദ്ധിക്കുക. വ്യാഴത്തിൻ്റെ കാരകത്വം എന്തൊക്കെയാണ്? ധീജിത് പുത്ര അംഗസൗഖ്യം, ബുദ്ധി, സന്താനങ്ങൾ, സന്താന ശ്രേയസ്, മനസ്സ്, ഇതൊക്കെയാണ് വ്യാഴത്തിൻ്റെ കാരകധർമ്മങ്ങൾ. വ്യാഴം ധനപതിയാകുന്നു. ആദിത്യനാണെങ്കിൽ തൻ്റെ ആത്മപ്രഭാവമാണ്, വ്യക്തിത്വമാണ്, പിതാവാണ്. അതിനാൽ നമുക്ക് മേടം മുതൽ മീനം രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ ചർച്ച ചെയ്യാം. ചിങ്ങൻ രാശിക്കാർക്ക് വ്യാഴം 11-ാം ഭാവത്തിലാണ്. മിഥുനം 1 മുതൽ ആദിത്യനും 11-ാം ഭാവത്തിലേക്ക് വന്നു. ഇത് നല്ല ഒരു യോഗമാകുന്നു. ചിങ്ങൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം, മകമൂരം ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു ചിങ്ങൻ രാശി. ഒരു നല്ല യോഗമാണ്. തങ്ങളുടെ പ്രഭാവം, വ്യക്തിത്വം, ആത്മപ്രഭാവം വർദ്ധിപ്പിക്കുവാൻ അങ്ങേയറ്റം ബൗദ്ധികമായ വിഷയത്തിലൂടെ, രചനയിലൂടെ, എഴുത്തിലൂടെ, ബുദ്ധിപരമായ കഴിവിലൂടെ തനിക്ക് പ്രകടിപ്പിക്കാൻ പറ്റും. ഈ സമയത്ത് ചിങ്ങൻ രാശിക്കാർക്ക് ധാരാളം അവാർഡുകൾ, പുരസ്കാരങ്ങൾ, പഠിക്കുന്ന കുട്ടികൾക്ക് വിദേശയാത്ര, ബാങ്ക് ലോൺ, ഇതൊക്കെ ലഭിക്കും. ധൈര്യത്തിൽ എല്ലാ കാര്യത്തിലും ഇടപെടണം. ഇപ്പോൾ ഹയർ സ്റ്റഡീസിൻ്റെ സമയമാണ്. നീറ്റ് പരീക്ഷാ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞു. അതിനാൽ അങ്ങേയറ്റം ഉത്സാഹിച്ചാൽ ഇത് ഏറ്റവും നന്നാകുക. എഴുത്തുകാർക്ക്, ഗവേഷകർക്ക്, പ്രഭാഷകർക്ക്, മത പണ്ഡിതന്മാർക്ക് ധാരാളം ധനം അവർക്ക് സ്വരൂപിച്ച് കൂട്ടാം വിദേശ രാജ്യങ്ങളിൽ നിന്നും. ട്രസ്റ്റ്, അനാഥാലയം, മന്ദിരം നടത്തുന്നവർക്കും ഈ ഒരു മാസക്കാലം നന്നായി കാശുണ്ടാക്കാം.
തങ്ങളെ മറ്റുള്ളവർ ചോദ്യം ചെയ്യാത്ത രീതിയിൽ തൻ്റെ കാര്യങ്ങൾ നടത്തും. 11-ലെ സൂര്യൻ അത്ര പ്രഭാവമാണ്. 11-ലെ സൂര്യൻ നവസംഭവേസ്വം ച ലാഭോപയാതി നിർബദ്വാരതോ രാജമുദ്രാധികാരാൽ. രാജാവ് തനിക്ക് മുദ്ര ചിഹ്നം തരും എല്ലാ കാര്യത്തിനും ഇറങ്ങാൻ. അതിനാൽ പല ഗവൺമെൻറ് ഏജൻസികൾ, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുന്ന പല കോൺട്രാക്റ്റുകളും ഏറ്റെടുക്കാൻ ഏറ്റവും അനുകൂലമാണ് ഈ ഒരു യോഗം, സൂര്യഗുരു യോഗം. അതിവിഖ്യാത പ്രശസ്തിയെ പ്രാപിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തനിക്ക് മുന്നോട്ട് നീങ്ങി വിജയിക്കുവാൻ ഈ ഒരു സമയം വളരെ അനുകൂലമാണ്. അതിന് ഉത്സാഹിക്കണം ചിങ്ങൻ രാശിക്കാർ. സ്വതവേ ചിങ്ങൻ രാശിക്കാർ ത്യാഗികളാണ്, തീക്ഷ്ണ സ്വഭാവമുള്ളതാണ്. പക്ഷേ പലപ്പോഴും ആത്മാർത്ഥത വളരെ കൂടിയവരാണ് ചിങ്ങൻ രാശിക്കാർ. പല അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെൻറ്റ് തലത്തിലൊക്കെ ചിങ്ങൻ രാശിക്കാരുടെ സാന്നിധ്യം വളരെയധികം ഗുണം ചെയ്യും സ്ഥാപനങ്ങൾക്ക്. അതിനാൽ ചിങ്ങൻ രാശിക്കാരുടെ പ്രാധാന്യം അറിഞ്ഞ് പെരുമാറുകയാണെങ്കിൽ അത് വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും. ഈ ഒരു മാസക്കാലം സൂര്യ ഗുരു യോഗം. പ്രതാപാനയിലെ ശത്രുവ സമ്പദന്തി ശ്രിയോനേകഥ. തൻ്റെ പ്രതാപത്തിൽ തന്നെ ശത്രുക്കൾ നശിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പല രീതിയിലുള്ള വരുമാനങ്ങൾ വരും. ദുഃഖമംഗോദ്ഭവാനം. സന്താനങ്ങൾക്ക് അത്ര നല്ലതല്ല. ഇവിടെ സന്താനസ്ഥാനത്ത് സന്താനപതിയായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. പക്ഷേ ഇവിടെ ആദിത്യൻ വരുമ്പോൾ എബോർഷൻ വരിക, അല്ലെങ്കിൽ മക്കൾക്ക് വിട്ടുമാറാത്ത അസുഖങ്ങൾ, അസ്വസ്ഥതകൾ ഈ മഴക്കാലത്ത് വരിക, ഇങ്ങനെയുള്ള കുറേ ദോഷങ്ങൾ ഉണ്ടാകും. അത് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി എല്ലാ വിഷയത്തിലേക്കും ഈ ഒരു യോഗം വളരെ അനുകൂലമായി ചിങ്ങൻ രാശിക്കാർക്ക് സംജാതമാകുന്നതാണ്. എല്ലാ ചിങ്ങൻ രാശിക്കാർക്കും ഒരു ശോഭനമായ 32 ദിവസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.